Hello guys. Welcome to channel. നമ്മൾ എവിടേക്കാ പോണേ? വണ്ടി എങ്ങോട്ടാ പോണേ? ഞങ്ങള് ഗുരുവായൂർ പോവല്ലേ? രാത്രിത്തെ ഗുരുവായൂർ കാണിച്ചതാ ഞങ്ങള്. Come on guys. അച്ഛനെ കൂട്ടിയേ നമ്മളേക്ക് കോഫി ഇട്ടെ ഞാൻ വീട് കൂട്ടട്ടെ ഒരു ലൈറ്റോടെ കിടന്നു ഗ്യാസ് ഓഫ് ചെയ്തല്ലേ ചെറുപ്പം പരിപാടിയാണ് എപ്പോഴും ഞാൻ മറന്നുകൊണ്ട് സംഭവത്തില്ല ഗ്യാസ് ഓഫ് ചെയ്തു സമയം രാത്രി 10-11 മണി ആയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഊഹം 11 മണി കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും ഇതെന്താ ചന്ദ്ര മൂൺ ഗുഡ് ഗേൾ ഏത് മൂഡ് ഏത് മൂഡ് നമ്മൾ നേരത്തെ പറഞ്ഞാലൊരു തിരുത്തുണ്ട് കേട്ടോ നമ്മൾ 11 മണി എന്നാണ് പറഞ്ഞത് പക്ഷെ ഇപ്പോഴാണ് നമ്മൾ സമയം നോക്കിയത് 12 മണി കഴിഞ്ഞിട്ടുണ്ട് 12:10 ആയിട്ടുണ്ട് അല്ലേ 10 ആയിക്ക് ഐസ്ക്രീം അല്ലടി 10 ആയിട്ടുണ്ട് ഇരുട്ട് നമ്മളെ കാണുന്നത് നമ്മൾ അപ്പോൾ നമ്മളിപ്പോൾ പോണത് അമ്പലത്തിൻ്റെ ആ ഭാഗത്തേക്കും പിന്നെ ചുറ്റുപാടും റൗണ്ട് അടിക്കാനാണ് കേട്ടോ മിക്കപ്പോഴും എല്ലാ ദിവസങ്ങളിലും പോകാറുള്ളതാണ് രാത്രി എൻ്റെ വീഡിയോസിലൊട്ടും മിക്ക എല്ലാ വീഡിയോസും ഗുരുവായൂർ അമ്പലം ചുറ്റിപ്പറ്റിയിട്ടുള്ളതാണ് കേട്ടോ എന്താ പറയുക രാത്രി കാലങ്ങളിൽ അമ്പലത്തിൻ്റെ അവിടെ പോയിട്ടിരിക്കുന്ന പ്രത്യേക ഭംഗി തന്നെയാണ് നമുക്ക് ടെൻഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അമ്പലത്തിൻ്റെ അവിടെ പോയിരുന്നു കഴിഞ്ഞാൽ നല്ല സമാധാനം കിട്ടാറുണ്ട് കേട്ടോ വെച്ചാൽ അത്രയും പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്ഥലമാണ് അവിടെ പക്ഷേ എന്താ പറയുക എനിക്ക് രാവിലെ പകൽ കാണുന്നേക്കാൾ ഒന്നും കൂടെ ഇഷ്ടം രാത്രി അല്ലെങ്കിൽ അത്രയും നേരം എടുക്കുമ്പോൾ ഒരു 5 മണി 6 മണി 7 മണി നേരത്തൊക്കെ വരുമ്പോൾ നല്ല ഭംഗിയായിട്ടാണ് പിന്നെ അതുപോലെ നമ്മൾ അമ്പലത്തിലേക്ക് പോകുമ്പോഴേ മമ്മിയൊരു അമ്പലം എത്തുന്നതിന് മുന്നേ അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു റെഡ് ലൈറ്റ് കണ്ടോ നിങ്ങൾ മുകളിൽ അതിൻ്റെ അവിടെ ഒരു ശിവൻ്റെ പ്രതിമ ഉണ്ട് കേട്ടോ നല്ല ഭംഗി അത് രാത്രി കാണാൻ 4 ഭാഗത്തുനിന്നും ലൈറ്റ് സ്പോട്ട് ലൈറ്റൊക്കെ വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു എന്താ പറയുക പ്രതിമ ഉണ്ട് അവിടെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ തഹാനി ജംഗ്ഷനിൽ നേരെ പോയിട്ട് നമ്മൾ രുക്മണിയുടെ ആയിക്കൂടെ രാമകൃഷ്ണൻ്റെ അവിടെ വണ്ടി വെച്ചിട്ട് നേരെ ഇറങ്ങി പോകട്ടെ ചെയ്യുക കാരണം ബാക്കി എവിടെയും വെക്കണേക്കാൾ സേഫ് ഇവിടെ വെക്കുന്നതാണ് അപ്പോൾ വണ്ടി അവിടെ വെച്ചിട്ട് നേരെ ചെറിയ ഗ്യാപ്പിൽ കൂടെ അങ്ങനെ ഇറങ്ങി പോകട്ടെ ചെയ്യാറ് ഈ രാത്രി കാണുന്ന തിരക്ക് ഫുള്ള് ട്രെയിൻ വന്നതിൻ്റെ കേട്ടോ 12 മണി നേരത്തെ ഏതെങ്കിലും ട്രെയിൻ ഉണ്ടായിരിക്കണം അത് വന്നതിൻ്റെ തിരക്കാണ് ഈ കാണുന്നത് ഓട്ടോ ചേട്ടന്മാരും കാര്യങ്ങളൊക്കെ സൈഡിൽ ഇങ്ങനെ നിൽക്കും ശരിക്കും പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് 10 മിനിറ്റ് നടക്കാവുന്ന ദൂരം അമ്പലത്തേക്കുള്ളൂ എന്നുള്ള അറിവില്ലാത്ത ആൾക്കാരാണ് തോന്നുന്നു കാരണം ഓട്ടോ ചേട്ടന്മാരെ അവിടെ വെയിറ്റ് ചെയ്തിട്ട് ഓട്ടോയിൽ കയറിയിട്ടാണ് അവർ നേരെ അമ്പലത്തേക്ക് പോകുന്നത് ശരിക്കും കുറച്ച് നേരം നടന്നാൽ മതിയിട്ടാണ് മഞ്ജുലാലിൻ്റെ അവിടെ നേരെ കയറിയാൽ മതി നമ്മുടെ മഞ്ജുലാലിൻ്റെ അവിടെ പണ്ടൊരു കുചേലൻ്റെ പ്രതിമ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഇങ്ങനെ കുറേ മാറ്റങ്ങളൊക്കെ വന്ന കാരണം തോന്നുന്നു കുചേലൻ്റെ പ്രതിമ അവിടെ നിർത്തി മാറ്റി അവിടെ ഇനിയുണ്ടോ അമ്മയ്ക്കുണ്ടോ ഇനിയുണ്ടോ
ഇത് നമ്മുടെ രുക്മിണിയുടെ കൂടെ കയറി വരുന്ന ഭാഗമാണ് കേട്ടോ. നമുക്ക് അമ്പലത്തിൻ്റെ അവിടെ നിന്ന് കുറേ അടിപൊളി വീഡിയോസും സാധനങ്ങളൊക്കെ രാത്രി വന്ന് എടുക്കാൻ പറ്റുന്ന ആംബിയൻസ് ഉണ്ടെങ്കിൽ കൂടെ നമുക്ക് ഇവിടുന്ന് വീഡിയോസ് എടുക്കാൻ പറ്റില്ല. കുറേ ഇൻഫ്ലുവൻസേഴ്സ് വന്നിട്ട് വീഡിയോസൊക്കെ എടുത്ത് എയറിലായിട്ട് അവസാനം വീഡിയോസ് എടുക്കാൻ പാടില്ല എന്ന് ഹൈക്കോർട്ടിൽ നിന്ന് നിയമമൊക്കെ വന്ന് അങ്ങനെ കുറേ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളിപ്പോൾ വീഡിയോ എടുത്തിട്ട് എങ്ങാനും വൈറലായി കഴിഞ്ഞാൽ അവസാനം നമ്മൾ എയറിലാവേണ്ട അവസ്ഥ വരും. അപ്പോൾ പിന്നെ കൂടുതൽ വീഡിയോസൊന്നും നമുക്ക് അമ്പലത്തിൻ്റെ ചുറ്റുപാടൊന്നും എടുക്കാൻ പറ്റില്ല അല്ലേ. എന്നിട്ട് ഈ അമ്പലത്തിൻ്റെ ചുറ്റുപാടിൽ നിന്ന് ഫോട്ടോസും വീഡിയോസും എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളത് ഏറ്റവും കൂടുതൽ തിരിച്ചടിയായിട്ടുള്ളത് നമ്മുടെ ഫോട്ടോഗ്രാഫേഴ്സും വീഡിയോഗ്രാഫേഴ്സായിട്ടുള്ള ചേട്ടന്മാർക്ക് കേട്ടോ. കാരണം അമ്പലത്തിൽ കല്യാണം കഴിഞ്ഞിട്ട് ആ ചുറ്റുപാടിൽ വെച്ചിട്ട് ഒരുപാട് ഫോട്ടോസ് എടുക്കാൻ ആഗ്രഹിക്കുന്ന കപ്പിൾസും ഉണ്ട്, അവിടെ അടിപൊളി സ്ഥലങ്ങളും ഉണ്ട്. പക്ഷേ ഇപ്പോൾ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ തുടങ്ങും സെക്യൂരിറ്റിമാർ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇവരുടെ ജോബല്ലേ ഇത്. അപ്പോൾ നോർമലി അവരുടെ ജോബ് നേരത്തെ എടുക്കാനും കൂടെ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിട്ടുണ്ട്. നോർമലി വീഡിയോസ് എടുക്കുന്ന ഇൻഫ്ലുവൻസേഴ്സോ അല്ലെങ്കിൽ അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവണൊക്കെ ഏറ്റവും കൂടുതൽ ഇവർക്കാണ് ഇതിനെപ്പറ്റി പ്രശ്നങ്ങളായിട്ടുള്ളത്. നമ്മളിതേ മഹാരാജയുടെ അവിടെ നിന്ന് റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നേരെ പടിഞ്ഞാറേ നടന്ന ഭാഗമുണ്ട്. അപ്പോൾ ആ ഭാഗത്ത് എനിക്ക് തോന്നുന്നു ഫുൾ ടൈം ഓണായിട്ടിരിക്കുന്ന സ്ഥലമാണ് ഗുരുവായൂർ. എന്താ പറയുക, 5 സ്റ്റാർ അങ്ങനെ പണ്ട് കുറച്ച് ഷോപ്പുകളുണ്ട്. ഇപ്പോൾ ഇതേ ഒരു ട്രാവലറിലോ അങ്ങനെ എന്തെങ്കിലും അതിലെന്തെങ്കിലുമായിട്ട് ഇങ്ങനൊരു ഇഡ്ഡലിയുടെ പരിപാടിയായിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് കഴിക്കണം ആഗ്രഹം ഉണ്ടില്ല, പക്ഷെ പോയി കഴിക്കാൻ പറ്റിയിട്ടില്ല. എന്തായാലും ഒരു ദിവസം പോയിട്ട് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ ഒരു ഏരിയ ഫുൾ ടൈം ഓണായിട്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഒരു ഷെയ്ക്കിൻ്റെ ഷോപ്പൊക്കെ ഉണ്ട്. അപ്പം മുന്നേ കണ്ടിന്യൂസ് ആയിട്ട് വന്നിട്ട് അവിടെ നിന്ന് രാത്രി വന്നിട്ട് അവക്കാടോ ഷെയ്ക്കും കാര്യങ്ങളൊക്കെ കുടിച്ചായിരുന്നു ഞങ്ങൾ. ഇപ്പോൾ ഇല്ല കേട്ടോ, ഇപ്പോൾ ഷുഗർ കട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ അവൻ്റെ കൂട്ടുകാരെ കുറച്ച് പേരെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെയൊക്കെ കണ്ട് വർത്താനം പറഞ്ഞ് പിന്നെ നമ്മൾ നേരെ തിരിച്ച് പോകാൻ കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പോണ വഴിക്ക് ഉള്ള നമ്മുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള കുറച്ച് പൂക്കടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവിടെ നിന്ന് നേരെ നമ്മൾ മമ്മിയൂർ വഴി ആനക്കോട്ട വഴി അങ്ങനെ തിരിയാണ് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്നത് കോട്ടപ്പടിയുണ്ട്. അപ്പോൾ 2 വഴിക്കൂടെയും പോകാം. നമുക്ക് എന്താ പറയുക, മേഴ്സി കോളേജിൻ്റെ LF വഴിയും പോകാം, ഇപ്പുറത്ത് നമുക്ക് ആനക്കോട്ട വഴിയും പോകാം. അപ്പോൾ നമ്മളിപ്പോൾ ആനക്കോട്ട വഴിയായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. രാത്രിയിലത്തെ ആനക്കോട്ട ഒരു സൈഡ് ഭാഗം മാത്രമാണ് കേട്ടോ, അത് കംപ്ലീറ്റ് ആയിട്ട് നിർക്കാൻ പറ്റില്ല, അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. വേറെ പരിപാടികളും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ വെറുതെ അമ്പലം വഴി പോയപ്പോൾ ഞാൻ രാത്രി കാലത്തെ കുറച്ച് വിശേഷങ്ങളും കൂടെ പങ്കുവയ്ക്കാമെന്ന് വെച്ചിട്ട് എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. ഓക്കെ, ബൈ ഗൈസ്.